ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും നല്ലൊരു കടലക്കറീൻ്റെയും അതുപോലെ സാമ്പാറിൻ്റെയും ഒക്കെ അടിപൊളി ഒരു റെസിപ്പി എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൗണ്ടിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് വോയിസ് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും പോലെ വോയിസ് കൊടുക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി. ഇന്ന് സ്കൂളും മദ്രസും ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെയുള്ള ദിവസം വിചാരിക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ പതിവിലും നേരത്തെ എണീക്കാന്നല്ലാതെ അന്ന് ഉറങ്ങാൻ കഴിയൂല. അങ്ങനെയാണ് കേട്ടോ എന്റെ സ്വഭാവം. ആ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഉണർന്ന് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ബ്രദറിന്റെ മോനാണ്. അവൻ ഇന്നലെ വിരുന്ന് വന്നേന്. അപ്പൊ അവൻ എണീറ്റ് വന്നപ്പോ ഞാനും ഇക്കയും കൂടി കട്ടൻ ചായ കുടിക്കാണ് കേട്ടോ. അപ്പൊ ഇക്ക കടയിൽ പോയപ്പോ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി കേട്ടോ ഞങ്ങള് കുടിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് പുട്ടും കടലയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പൊ അജ്മിന്റെ പുട്ടുപൊടി കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചിലപ്പൊക്കെ പൊടി പൊടിപ്പിക്കാറുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്ന മൂടരി കൊണ്ട് പുട്ടുംപൊടി ഉണ്ടാക്കി വെക്കാറുണ്ട്. അതും നല്ല പുട്ടാവും കേട്ടോ. ഇന്ന് ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാക്കറ്റ് പൊടിയാണ് എടുത്തത്. അപ്പൊ ഞാനൊരു 1.25 ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പൊടി ഇതിന്റെ അളവ് കറക്റ്റ് ആവണം കേട്ടോ. വെള്ളം ഒഴിക്കുന്ന അളവ് കറക്റ്റ് ആയാലേ ഇതാ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം ഒഴിക്കുന്നത് അതേ സെയിം അളവിൽ വെള്ളമാട്ടോ ഒഴിക്കുന്നത്. 1.25 ഗ്ലാസ് പൊടിയാണല്ലോ എടുത്തത്. അപ്പൊ അതേ സെയിം വെള്ളം തന്നെ ഒഴിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം കൂടിപ്പോയോന്നൊക്കെ തോന്നും. കുറച്ച് വെള്ളം പോലെ നിൽക്കും. പക്ഷെ അതൊരു ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് പൊടി ആയി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ അതിങ്ങനെ ആ വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലുണ്ടാവുക. വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് റെഡിയാവും. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കടലക്കറി വെക്കട്ടെ എന്ന് കരുതി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പൊ ചെറിയൊരു സൈസ് വലിപ്പം കുറഞ്ഞ കടല ആയതുകൊണ്ട് അതാണ് കേട്ടോ അങ്ങനെ ചെറുതായി തോന്നുന്നത്. പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങിന്റെ ഒരു കഷ്ണം, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കടല കൊണ്ട് കുറച്ച് വേവുണ്ടാവും. കടല നമ്മൾ കുതിർത്തിയാലും കുറച്ചധികം വേവുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 6-7 വിസിൽ വരെ വരണം, എന്നാലേ വേവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞ പോലെ പുട്ടുപൊടി എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു ടെക്സ്ചറിലായിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കൈകൊണ്ട് ഇങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇങ്ങനെ പൊടിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അത് കൈകൊണ്ട് കട്ടയെ കുഴച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയായിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ പുട്ടുംകുറ്റിയിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ഈ മാവ് ഇട്ടിട്ട് നമുക്കിത് നിറക്കട്ടോ. അപ്പൊ ഇത് കുറച്ച് വലിയ പുട്ടുംകുറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് ചുട്ട് കഴിയട്ടോ. ഇതിലൊരു 3-4 അടുക്ക് കൊള്ളും. അപ്പൊ ഞാനിത് അതൊക്കെ ഏകദേശമായി അടുപ്പിൽ അപ്പോഴേക്കും ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് ആവി കയറിയാൽ അങ്ങനെ പുട്ടൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊണ്ടാട്ടോ ഇങ്ങനെ പൊട്ടിപ്പോയി വീണത്. അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്ത് കടലക്കറിയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കടലക്കറി കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ ഞാനിത് വേറൊരു രീതിയിലാക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു 1-2 കയ്യിൽ എടുത്തിട്ട് ഞാൻ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണമെന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ കറി നല്ല കുറുകി വരും കേട്ടോ. ഇങ്ങനെ കഴിക്കാനാട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം. പിന്നെ അതിലേക്ക് കുറച്ച് താളിപ്പും കൂടി, കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ താളിപ്പും കൂടി അതിലേക്ക് ഒഴിച്ചാൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഉച്ചക്കിലേക്കുള്ള പ്രിപ്പറേഷൻസ് നോക്കാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ ആയതുകൊണ്ട് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഹെൽപ്പിന് ഇക്കാനും കൂടി കൂട്ടിയിട്ടുണ്ട്. ഇന്ന് ആള് ജോലിക്ക് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. ചിലപ്പോൾ വരുമൊന്നുമില്ല, പക്ഷെ ഞാനവിടെ പോയി കുത്തിപ്പൊക്കി കൊണ്ടുവരും കേട്ടോ. കൂടി തന്നില്ലെങ്കിൽ ഇന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ വന്ന് കൂടി തരണം എന്ന് പറയുമ്പോൾ വന്നോളൂ. അങ്ങനത്തെ ആള് പയറ് അരിഞ്ഞു തരിക കേട്ടോ. നല്ല പച്ചപ്പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എനിക്ക് അരിഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇതിന് കറിയായിട്ട് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇക്കതാ ഇവിടെ ഉപ്പേരി വെച്ചോണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ ആളുണ്ടാക്കുന്ന ഫുഡിന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. തേങ്ങയൊന്നും അരക്കാതെ, തേങ്ങ അരക്കും വറുത്തരക്കും ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാമ്പാറാണ്.
അപ്പോൾ ഈ ചുവന്ന മൈസൂർ പരിപ്പായിട്ട് ഞാൻ എടുക്കുക. എന്നാൽ അത് പച്ചക്കറിയും അത് ഒരുപോലെ വെന്തോളും. അതിലേക്ക് ഞാൻ ചേന, മത്തൻ, പച്ചക്കായ, നമ്മളെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും, ഉരുളക്കിഴങ്ങ്, എല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അതിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ പച്ചക്കറികളെല്ലാം ഇട്ടതിന് ശേഷം പൊടിയായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടാട്ടോ വേവിക്കുക. ഈ സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ട്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ എവിടെ സാമ്പാർ വേറെ ആരുണ്ടാക്കിയാലും എനിക്ക് ഈ സാമ്പാറിന് വെക്കൂല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഈ സാമ്പാർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് വെറുതെ തള്ളി മറിക്കല്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യമാണ്. തേങ്ങ അരച്ച സാമ്പാറും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ പൊടികളെല്ലാം ഇട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ അവിടെ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് മീൻ ഇന്ന് മത്തിയും അതുപോലെ മുള്ളനും ആയിട്ടോ കിട്ടിയിരുന്നത്. അതൊക്കെ മുറിച്ച് ഞാൻ മസാല പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇപ്പുറം നമ്മളെ സാമ്പാർ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഈ കഷ്ണങ്ങളിൽ ഈ വെണ്ടയ്ക്ക, അതുപോലെ വഴുതനങ്ങ, മുരിങ്ങക്കായ ഇതെല്ലാം കൂടെ ഞാൻ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ടാണ് കേട്ടോ ഇടുക. ആദ്യം ഈ സാമ്പാറിന്റെ കൂടെ വേവിക്കൂല, അത് പെട്ടെന്ന് വേവുന്നതാണല്ലോ. അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഇങ്ങനെ വേവിക്കും. എന്നിട്ട് സാമ്പാറിലേക്ക് പുളിവെള്ളം കൂടി ചേർത്തിട്ട് വെള്ളം പാകാക്കിയിട്ട് ഈ താളിച്ച കഷ്ണങ്ങൾ ആ സാമ്പാറിലേക്ക് അങ്ങോട്ട് കൊടുക്കാട്ടോ ചെയ്യാറ്. അങ്ങനെ ഞാൻ സാമ്പാറിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോഴാണ് ചേർക്കുന്നത് കുറച്ച് ശർക്കരല്ലേ, അത് ചീകി എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താളിച്ചൊഴിക്കുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ചതച്ചതും കൂടി ആ വെളിച്ചെണ്ണയിൽ ഇട്ട് ഒഴിക്കും. അതുകൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ടതിന് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടതിന് ശേഷം അതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ സാമ്പാർ ജീരകം ചതച്ചതും അതുപോലെ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടോ. അങ്ങനെ അപ്പോഴേക്കും ഞാൻ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പുറത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ.